ആർതർ ആഷെ ലോകത്തെ അമ്പരിപ്പിച്ച ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു. ഒരുപാട് ആളുകൾ കൊതിക്കുന്ന മേഖലയിലേക്ക് എത്തിയ ആളാണ് ആർതർ ആഷെ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ സ്പോർട്സ് ജീവിതം കഴിഞ്ഞ് അദ്ദേഹം ഒരു നല്ലൊരു ഫിലാന്തോപ്പിസ്റ്റായി. അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിക്കുന്ന സന്നദ്ധ സംഘടനയുടെ ഭാഗമായി. അങ്ങനെ അദ്ദേഹത്തിന് അസുഖം വന്നു ഹോസ്പിറ്റലൈസ്ഡായി. പല ആളുകളും റഷായി അദ്ദേഹത്തിന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം ആരുടെയോ ബ്ലഡ് സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് HIV പോസിറ്റീവ് സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ടല്ല, അദ്ദേഹത്തിന് നൽകിയ ബ്ലഡിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെ അദ്ദേഹം വീട്ടിലായി. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയായി. ആ സമയത്ത് അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധിക അദ്ദേഹത്തിനൊരു കത്തെഴുതി. ആർതർ ആഷെ, നിങ്ങൾ കാരണമല്ലാതെ നിങ്ങൾക്കൊരു അസുഖം വന്നപ്പോൾ, നിങ്ങൾക്ക് HIV പോസിറ്റീവ് വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ചോദിച്ചോ, വൈ മീ ഓ ഗോഡ്, വൈ മീ ഓ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് കുട്ടി ചോദിച്ചതാ. ആ കുട്ടി ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി എഴുതി. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് വിംബിൾഡണിൽ ലോകത്തെ 1-ാം നമ്പർ പ്ലെയർ ആവുക എന്നുള്ളത്. എൻ്റെ കൂടെ ലക്ഷക്കണക്കിന് ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. ആ മത്സരത്തിലൊക്കെ ഞാൻ അവരെ പരാജയപ്പെടുത്തി ഞാൻ ലോകത്ത് 1-ാം നമ്പർ ആയിട്ടുണ്ട്. എനിക്ക് ലോകത്ത് നല്ല പണക്കാരനാവാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആളുകൾ ആരാധിക്കുന്ന തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, ദൈവമേ വൈ മീ, എന്തുകൊണ്ട് ഞാൻ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് നീ എന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ആ സമയത്ത് ചോദിക്കാത്ത എനിക്ക് ഇങ്ങനൊരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തോട് ചോദിക്കാനുള്ള അവകാശമില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ്. പരിമിതികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിബന്ധങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങളിലേക്ക് ചിന്തിക്കുന്ന ഒരു കണ്ണട വെക്കാൻ പറ്റണം. അതിന് പറ്റിയ ഒരു ലെൻസ് ഉണ്ടാവണം നമുക്ക്. അതിന് പറ്റിയ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകണം. അപ്പം നമ്മളുടെ ലോകം നമുക്കായി പിറക്കും.